ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ബിയിലെ സെക്ഷൻ എ 1 മാർക്ക് ക്വസ്റ്റ്യനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ പേജ് നമ്പറും അത് എത്രാമത്തെ ക്വസ്റ്റ്യനും ആണോ എന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ജീവിതപാതയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ആൻസർ EMS നമ്പൂതിരിപ്പാടാണ്. പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 12 ഉണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, KK കൊച്ച് ദളിത് പ്രവർത്തനങ്ങൾക്ക് ആദ്യ അക്ഷരം കുറിച്ച ലേഖനം ഏതാണ്? അതിൻ്റെ ആൻസറാണ് അധസ്ഥിത ജനത അതിജീവിക്കേണ്ട വെല്ലുവിളികൾ എന്ന ലേഖനമാണ്. അത് പേജ് നമ്പർ 28 കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കടുത്തുരുത്തിയെ പറ്റി പരാമർശിക്കുന്ന പ്രാചീന കൃതി ഏത്? ആൻസർ ഉണ്ണുനീലി സന്ദേശം. പേജ് നമ്പർ 28 ക്വസ്റ്റ്യൻ നമ്പർ 8 ആണത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു സമുദായ ക്ഷേമത്തിനായി തുടങ്ങിവെച്ച യോഗത്തിൻ്റെ പേരെന്ത്? ആൻസർ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP. അത് പേജ് നമ്പർ 36 കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ആൻഡ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മകൻ്റെ ജനനശേഷം CJ തോമസ് തൻ്റെ ഉപന്യാസ സമാഹാരത്തിന് നൽകിയ പേരെന്ത്? അതിൻ്റെ ആൻസർ ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പേജ് നമ്പർ 43 ക്വസ്റ്റ്യൻ നമ്പർ 5. 6th, കാട്ടിലെ മൃഗങ്ങൾക്ക് വേണ്ടി കേരളത്തിലുണ്ടായ ഏക സമരം ഏതായിരുന്നു? സൈലന്റ് വാലി സംരക്ഷണ സമരമാണ്. ആൻസർ പേജ് നമ്പർ 72 ക്വസ്റ്റ്യൻ നമ്പർ 1. 7th, ഗുഡജാദ്രിയുടെ സംഗീതം എന്ന കൃതി എഴുതിയത് ആര്? ആൻസർ ജോർജ് കാക്കനാടൻ. പേജ് നമ്പർ 65 ക്വസ്റ്റ്യൻ നമ്പർ 1. 8th, ജെറീനയുടെ അമ്മയും ഗുരുവുമായ ആൾ ആര്? ആൻസർ മണിലത. പേജ് നമ്പർ 111 ക്വസ്റ്റ്യൻ നമ്പർ 5. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, പച്ചവിരൽ എന്ന ഗ്രന്ഥം കേട്ടെഴുതി തയ്യാറാക്കിയത് ആരാണ്? ആൻസർ വിൽസൺ ഐസക്. പേജ് നമ്പർ 98 ക്വസ്റ്റ്യൻ നമ്പർ 10. ആൻഡ് 10ാമത്തെ ക്വസ്റ്റ്യൻ, 1978കളിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? ആൻസർ വീടും നാടും വിദ്യാഭ്യാസവും ഉപേക്ഷിച്ച് നക്സലൈറ്റുകൾക്ക് വേണ്ടി കവിത ചൊല്ലി നടക്കുന്ന കാലമായിരുന്നു. പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 1. 11ാമത്തെ ക്വസ്റ്റ്യൻ, തമിഴിലേക്ക് വിവർത്തനം ചെയ്ത മൈലമ്മയുടെ ജീവിതകഥയുടെ പേരെന്ത്? മൈലമ്മ പോരാട്ടമേ വാഴ്കി. പേജ് നമ്പർ 51 ക്വസ്റ്റ്യൻ നമ്പർ 3. 12ാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് മലയാളത്തിൽ നമ്പൂതിരിമാരെക്കാൾ അധികം ബഹുമാനമുള്ളവർ ആരുമില്ല എന്ന് ഏത് കൃതിയിൽ ആരാണ് അഭിപ്രായപ്പെട്ടത്? ആൻസർ ചന്തുമേനോനാണ്. ഇന്ദുലേഖ എന്ന നോവലിലാണ് പറഞ്ഞിട്ടുള്ളത്. പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ 5. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം നാളത്തെ ശാസ്ത്രമതാവാം. ആരുടെ വരികളാണ്? കുമാരനാശാനാണ് ആൻസർ. പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ 6. എന്നെ പാണനെന്ന് വിളിക്കരുത് എന്ന അധ്യായം ഏത് കൃതിയിലാണുള്ളത്? എതിര് എന്ന കൃതിയിലാണുള്ളത്. അതിൽ പേജ് നമ്പർ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ല, അത് പ്രിക്കോസൈറ്റ്സിൽ നിന്നും നമ്മുടെ ടെക്സ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയാകുക എന്ന സ്വപ്നം ട്രാൻസ്ജെൻഡറുകൾ സഫലീകരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതും നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലല്ല. ദത്തെടുത്തുകൊണ്ടാണ് അവർ അമ്മയാകുക എന്നുള്ള അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. അതും നമ്മുടെ ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ ഇതിനുള്ള ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. 1 മാർക്ക് ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.